ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന എത്തിയത് മരണപ്പെട്ട അജീഷിനെ പിന്തുടർന്നാണെന്ന് വീട്ടുടമ ജോമോൻ പറയുന്നു. അജീഷ് ഓടി വരുന്നത് കണ്ട് വീട്ടിലെ കുട്ടികൾ താക്കോലെടുത്ത് ഗേറ്റ് തുറക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആനയെത്തി മതിലും ഗേറ്റും തകർത്ത് കടന്നുപോയെന്നും ജോമോൻ പറയുന്നു. രക്ഷപ്പെടാൻ മതിൽ ചാടി കടന്നെങ്കിലും അജീഷ് നിലതെറ്റി മുറ്റത്തേക്ക് വീഴുകയായിരുന്നു. പിന്നാലെ പാഞ്ഞെത്തിയ ആന അജീഷിനെ ചവിട്ടിയ ശേഷം കടന്നുപോയെന്നും നടുക്കത്തോടെ ജോമോൻ ഓർത്തെടുക്കുന്നു. ഓടിക്കോ എന്ന് അജീഷ് പറഞ്ഞത് കേട്ടതും ഓടിയത് കൊണ്ട് മാത്രമാണ് കുട്ടികൾ രക്ഷപ്പെട്ടതെന്നും അദ്ദേഹം പറയുന്നു. വീട്ടിലിരിക്കാൻ വരെ ഭയമാണെന്ന് കുട്ടികളും പറയുന്നു. ഇതിനു മുൻപും സമാനമായ രീതിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. വനത്തിനോട് ചേർന്നുള്ള മേഖലയായതുകൊണ്ടു തന്നെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് പതിവാണ്. ആനകൾ ജനവാസ മേഖലയിലേക്ക് വരാതിരിക്കാനായി ഷോക്ക് ലൈൻ ജോലികൾ പുരോഗമിക്കുന്നതായും നാട്ടുകാർ കൂട്ടിച്ചേർക്കുന്നു. രാവിലെ 7:30 മണിയോടെ പടമലയിലുണ്ടായ കാട്ടാനയുടെ ആക്രമണത്തിൽ അജീഷാണ് മരിച്ചത്. ഇദ്ദേഹം ടാക്സി ഡ്രൈവറാണ്. മുട്ടങ്കര മറ്റത്തിൽ ജിബിൻ്റെ വീടിൻ്റെ മതിലും കാട്ടാന തകർത്തു. കർണാടക പിടികൂടി റേഡിയോ കോളർ കട്ടിപ്പിച്ച് വിട്ട മൊഴയാനയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മല്ലു 1.